ഹലോ വെൽക്കം ഗായ്സ്. ഇതൊരു GTA 5 വീഡിയോ ആണ്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. നല്ല സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിയതാണ് സംഭവം എങ്ങനെ GTA 5 എൻ്റെ ഒരു പൊട്ട PC എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സ്പെക്ക് കുറവാട്ടോ. അപ്പം സ്പെക്ക് കുറഞ്ഞ എൻ്റെ PC എങ്ങനെ GTA 5 കളിക്കാം. എനിക്ക് ആകെ ഉള്ളത് 118 GB SSD ആണുള്ളത്. ഏകദേശം അറൗണ്ട് ഒരു 120 വരെ കണ്ടാന്ന് തോന്നുന്നുണ്ട് എൻ്റെ GTA 5 ഒറിജിനൽ ഫയൽ സൈസ്. അപ്പം എനിക്ക് എൻ്റെ SSD പറ്റില്ല, എനിക്ക് മനസ്സിലായി. അപ്പം ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ PC ഇൻസ്റ്റാൾ ചെയ്യും. എനിക്ക് കളിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ തോന്നി. അങ്ങനെ നിൽക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് തന്നെ. ചെറിയ GB എന്ന് വെച്ചാൽ ഒരു 15 GB ഗെയിം പ്ലേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് എൻ്റെ PC ഇപ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ചുകൂടി നല്ല PC ഒക്കെ ഉള്ളവർ കാണും. എൻ്റെ അതിനകത്ത് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഈ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഇത് ചെറിയ വീഡിയോ ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, കാരണം ഞാൻ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കാനുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല. എന്തോ റെക്കോർഡ് ചെയ്ത ഇഷ്യൂ, ഇത് റീഇൻസ്റ്റാൾ ഒന്നുകൂടി ഞാൻ ചെയ്തു. ഇത് കളിച്ച് നോക്കിയിട്ട് എന്നാൽ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന, ബട്ട് അത് പറ്റിയില്ല. പിന്നെ ഞാൻ ഇത് ഒന്നുകൂടി കളഞ്ഞിട്ട് റീഇൻസ്റ്റാൾ ചെയ്തപ്പം ആ വെരിഫിക്കേഷൻ ചോദിക്കണില്ല. അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പം അത് ഞാൻ എന്തായാലും ലാസ്റ്റത്തേക്ക് പറയാം. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു ഗെയിം പ്ലേ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷാഡോ ഒന്നും നമുക്ക് കുറയ്ക്കാൻ ഗെയിമിൽ പറ്റില്ല. അതൊക്കെ ചെയ്ത് ഞാൻ അല്ലാണ്ട് സെറ്റിങ്സിലാണ്. അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിപ്പം നിങ്ങൾ നേരെ ഈ ഗെയിം പ്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത്. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് ഇതിനകത്ത്. നിങ്ങൾക്ക് ടാക്സി വിളിച്ചിട്ട് വരെ പോകാൻ പറ്റും. എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ് ഇതിനകത്ത്. അതായത് മെഷീൻസ് ഒന്നുമില്ല, ഒറ്റ എണ്ണം പോലും ഒരു മെഷീൻസ് പോലും ഇല്ല. അത്രയ്ക്ക് കംപ്രസ് ചെയ്തിട്ടാണ് ഒരു ഫയൽ നമുക്ക് കിട്ടുന്നത്. 15 GB, മനസ്സിലാക്കണം. 100 GB ഉള്ള സാധനം നേരെ 15 GB ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം അത്രയ്ക്ക് ചെറിയ സൈസിലാണ് ഈ സാധനം കിട്ടുന്നത്. എൻ്റെ ഒരു PC സ്പെക്ക് ഞാൻ കൊടുക്കാം. അപ്പം അതിലിത് റണ്ണാവുന്നുണ്ട്. അതിലും കുറഞ്ഞ PCകൾക്ക് റണ്ണാകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞ ഫയൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കുറഞ്ഞ ഫയൽ എൻ്റെ അടുത്തുണ്ട്. ഇത് ഫയല് കുറഞ്ഞ ഫയലും ഉണ്ട്, കൂടിയ ഫയലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നി. എനിക്കും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ ലാപ്പിൽ GTA 5 കളിക്കണം. GTA 4 എനിക്ക് സപ്പോർട്ടായിരുന്നു, പക്ഷേ 4ൻ്റെ ഫയൽ ഇട്ടാൽ നിങ്ങൾ കിട്ടും. 4 8 GB ഫയൽ, അറൗണ്ട് 10 എനിക്ക് വന്നത്. 10 GB ഫയൽ എന്ന് പറഞ്ഞ നെയിം കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക് 8 GB 9 GB എടുത്തുകൊണ്ടായുള്ളൂ. അതാണ് ഞാൻ GTA 4 കളിക്കുന്നത്. അതിലും മെഷീൻസ് ഇല്ല. ഇതേപോലെ തന്നെ ഓപ്പൺ വേൾഡായിട്ട് ഫുൾ അൺലോക്ക് ആയിട്ടുള്ള ഇതാണ്. ഇതിലും ഫുള്ള് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ. മൈക്കിളോ ഫാങ്കിളിനോ ആരുമുള്ള ആകാം. ഫാങ്കിളിനാണ് നമുക്ക് ഗെയിം ഓപ്പൺ ആക്കുന്ന ഫാങ്കിളിനാണ് കിട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെവറോ മൈക്കിളോ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനൊരു ചെറിയൊരു, എനിക്ക് തോന്നിയൊരു കുഴപ്പം, പിന്നെ എൻ്റെ PCയുടെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഓവർ സ്പീഡിൽ പോകുമ്പോൾ ചെറുതായിട്ട് ലാഗ് പോലെ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ മറ്റേ ബിൽഡിങ്സും റോഡൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ റെക്കോർഡ് മാറ്റി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കിട്ടി. പക്ഷേ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടിയത്. എന്തായാലും ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ശോകം തോന്നും, സംഭവം ഇത് വേണ്ട എന്ന് തോന്നിപ്പോവും. പക്ഷേ എന്തായാലും നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് GTA 5 കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് മെഷീൻസ് ഇല്ല, അതാണ് എനിക്ക് മെയിനായിട്ട് പറയുന്നത്. മെഷീൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. ചുമ്മാ ജസ്റ്റ് നമ്മുടെ ലാപ്പിലൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒരു 30 GB സ്റ്റോറേജ് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെന്ന് വെച്ചു. 30 GB സ്റ്റോറേജ് നിങ്ങളുടെ SSD ഹാർഡ് ഡിസ്കിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അതൊക്കെ കയറ്റാം. 30 GB വേണ്ട കേട്ടോ. ഏകദേശം 15 GB ആണ് പറഞ്ഞത്. 15 ഒരു 17 GB ആകുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് SSD വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര സ്റ്റോറേജ് ഏകദേശം പോയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ലാഗ് അടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെൻ്റെ PCയുടെ സ്പെക്ക് കാണിച്ചു തരാം. ആ ഒരു മോഡൽ PC ഒക്കെയാണ്, ആ ഒരു ഇക്വിപ്മെൻ്റാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ താന്നാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, കുറച്ച് കൂടിയതാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും നല്ലൊരു ബെസ്റ്റ് ട്രൈ ആയിട്ട് ഇത് കിട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും കിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
ഇത്രയേ ഉള്ളൂ എൻ്റെ പി സിയുടെ സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇത്രയും ലോ ആയിട്ടുള്ള പി സിയിലാണ് ഞാൻ GTA 5 റണ്ണാക്കി കാണിച്ചത്. അതിനായിട്ടാണ് ലൈറ്റ് വേർഷൻ ഉള്ളത്. അപ്പം ആ ലൈറ്റ് വേർഷൻ ഉള്ളത് ഇത് ഡൗൺലോഡിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കാണാം. അവിടെ വരെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഇൻട്രോ ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ള സംഭവം ഞാൻ താഴെ കൊടുത്തേക്കാം. ഇൻട്രോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് അത് കുഴപ്പമില്ല. ബാക്കിയുള്ള പ്രോസസ്സിങ് ഇനിയും കൊണ്ടുവരാനുള്ള സ്റ്റെപ്പായിട്ടുള്ളത് അത് നിങ്ങൾ എന്തായാലും ഇത് കാണാം. ആവശ്യമാരെ ഞാൻ വേറെ ആളുടെ നിന്നാണ് ഈ ഫയൽ മേടിച്ചത്. അപ്പോൾ ആളുടെ ഞാൻ ലിങ്ക് ചെയ്താണ് മേടിച്ചേക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയപ്പം ഇങ്ങനെയാണ് ഇരുന്നത്. GTA എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പം ഫയൽ ഉണ്ടാവുക. അപ്പം അതിലിത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് GTA ഡേറ്റ എന്ന് പറഞ്ഞാണ് അതും ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നേരെ പയ്യെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിൽ GTA 5 എന്നും പറഞ്ഞ് കാണും. അതല്ലാണ്ട് അതിൻ്റെ കുറച്ചുകൂടി അടിയിലേക്ക് പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് GTA പ്ലേ GTA 5 എന്ന് പറഞ്ഞ് കാണും. ഈ രണ്ടിലേതിലും ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് GTA 5 ഓപ്പൺ ആകും. അപ്പോൾ എനിക്ക് ഒരു ഫയൽ തന്നതുകൊണ്ട് എനിക്കിങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് അല്ലാണ്ട് ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്ന ഫയലായിരിക്കും വരുന്നത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് എക്സ്ട്രാക്റ്റ് ഹിയർ ഞെക്കുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഈ ഒരു ഫയലായിട്ട് കിട്ടുന്നത്. ആ ഫയലിലാണ് ഓപ്പൺ ചെയ്യുക. GTA ഡേറ്റയ്ക്കകത്താണ് GTA 5 എന്നുള്ളത്. ഇത് ഞാൻ ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് എൻ്റെ ഹോം സ്ക്രീനിൽ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ GTA 5 ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്പണായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ടൈം എടുക്കുമായിരിക്കും. എനിക്ക് എന്തായാലും എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ലോഡ് സ്ക്രീനെല്ലാം കാണിക്കും. വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ലോഡ് സ്ക്രീനിൽ ചെറിയ ലാഗ് കാണും. പിന്നെ ഈ മൗസ് പോയിൻ്റ് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ഫുൾ സ്ക്രീനിലേക്ക് വരും. ഞാനിപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കുന്നില്ല, കാരണം മറ്റേ റെക്കോർഡറൊക്കെ ഓഫ് ആക്കണം. അപ്പോൾ തന്നെ ഉണ്ട് ചെറിയൊരു ലാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കുറച്ച് നേരം ലോഡിങ് എനിക്ക് നല്ലോണം കൂടുന്നുണ്ട്. മറ്റേ ലോഡിങ് സ്റ്റോറി മോഡെന്ന് പറഞ്ഞ് എഴുതിയിട്ട് നല്ലോണം എനിക്ക് ലോഡിങ് കൂടുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയല്ലോ. ഞാനത് നോക്കുന്നുള്ളൂ. ലോഡിങ് കുറച്ച് കൂടിയാലും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ അതെ ആ കാര്യങ്ങളെല്ലാം എഴുതി കാണിച്ചിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ലോഗോ തന്നെ നോക്കിയാൽ മതി. GTA 5 മറ്റേ 5 എന്നുള്ള ഇതിൽ ലൈറ്റ് എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. GTA എന്നുള്ളതിനകത്ത് ലൈറ്റ് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ കളിക്കണ വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഗെയിം ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മാപ്സ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഇത് PC ലാഗാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നോക്കണ്ട. അത് ഓപ്പണായിട്ട് വരുമല്ലോ. ഓപ്പണായിട്ട് വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഉള്ളിലായിരുന്നു, പുറത്തിറങ്ങിയിട്ട് നേരെ മാപ്പ് എടുക്കുക. എൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് എന്തോ പ്രോബ്ലം ആയിപ്പോയി, അത് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഒന്നുകൂടി ചെയ്യുന്ന. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഈ മാപ്പിലുള്ള ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ മാപ്പ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് ആക്കി നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്ലോ ആയിരിക്കും. മൗസ് പോയിൻ്റ് പോകുന്നത് സ്ലോ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഗായിരിക്കും ഇതിനകത്ത്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ റൈറ്റിലേക്ക് ഇങ്ങനെ പ്രസ്സായിട്ടൊക്കെ നിൽക്കുന്നത്, ലെഫ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ ലെഫ്റ്റ് ഇങ്ങനെ പ്രസ്സായിട്ട് പോകുന്ന പോലെ. ചിലപ്പം ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ എടുത്താലും ഈ സാധനം വർക്കാവില്ല, നേരെ തന്നെ ഇടിക്കും. അങ്ങനെ കുറച്ച് ലാഗും പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ ഷാഡോസും കാര്യങ്ങളില്ല. നമുക്ക് ഗെയിമിനകത്ത് ഷാഡോ ഒന്നും മാറ്റാൻ പറ്റില്ല. സെറ്റിങ്സ് കയറിയാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. ഇത് മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യും. ലാഗായിട്ടുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യുക, ലാഗ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നോക്കിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ചെയ്യും. കാരണം അതൊരു ചെറിയ പ്രോസസ്സാണ്, ചെറിയ പരിപാടിയേ ഉള്ളൂ. അത് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ നമ്മുടെ PC ഫോൾഡറിനകത്ത് തന്നെ സെറ്റ് ചെയ്യാനുള്ള, അല്ല ഗെയിമിനകത്തൊന്നും ചെയ്യാനുള്ള. അതിനകത്ത് വേറെ ഫയൽ ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. നമുക്ക് തന്നെ നമ്മുടെ PCക്ക് ഏതാണോ പറ്റുന്നത് ആ ഒരു രീതിക്ക് നമുക്ക് തന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ചെറിയ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട്, ഞാനിപ്പോൾ കളിക്കുന്ന രീതിയിൽ സ്മൂത്തായിട്ട് പറ്റും. ഇത് എത്ര FPS ആണെന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. എത്ര FPS ഇത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഗ്രാഫിക്സ് കൂട്ടാനേ പോകുന്നില്ല, ഈ രീതിക്ക് തന്നെ ഞാൻ കളിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതിൻ്റെ ഫയൽ വേണ്ടവർ നേരെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയാൽ അവിടെ ഒരു ഇൻസ്റ്റാഗ്രാം ID പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം IDയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹൈലൈറ്റ് ഉണ്ട്, GTA ലൈറ്റ് എന്നും പറഞ്ഞ GTA 5 ലൈറ്റ് എന്നും പറഞ്ഞ ഒരു ഇത് കാണും. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്, ഡൗൺലോഡ് ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തിട്ട് ആ നേരെ എക്സ്ട്രാക്റ്റ് ഹിയർ ഞെക്കുക. എക്സ്ട്രാക്റ്റ് ഹിയർ ഞെക്കുമ്പോൾ മേളിൽ ഫോൾഡർ വരും. ഫോൾഡറിൽ നിന്ന് എടുത്തിട്ട് നേരെ
നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ആഡിയോ അല്ല നോർമലായിട്ട് തന്നെ ഓപ്പൺ ആക്കുമ്പോൾ ഒരു വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് വന്ന ഒബ്ജക്റ്റീവ് എന്നെന്ന് പറഞ്ഞാണ് എനിക്കൊരു വെരിഫിക്കേഷൻ വന്നത്. എന്ന് വെച്ചാൽ വേറെന്തോ ഒബ്ജക്റ്റീവ് കൂട്ടിയാൽ തന്നെ വേറെ സംഭവം അവിടെ എഴുതിയേക്കും. എന്നിട്ട് ഓർ എന്ന് എഴുതിയിട്ട് തൊട്ടടുത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് എഴുതിയേക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് വെരിഫൈ ലെറ്റർ. അപ്പം അത് നമ്മൾ അവിടെ താഴെ അടിക്കുക. ഒബ്ജക്റ്റീവ് എന്നുള്ളത് അതേപടി താഴോട്ട് അടിക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ അയക്കുന്നില്ല, സ്മോൾ ലെറ്റർ അയക്കും വരുന്നത് ഫുള്ള്. സ്മോൾ ലെറ്റർ ഉള്ള രീതിയിൽ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് അടിച്ച് വെരിഫൈ ചെയ്യുക. എനിക്കങ്ങനെയാണ് വന്നത്. ഞാൻ പിന്നെ ഇത് ഫുള്ള് കളഞ്ഞിട്ട് ഒന്നുകൂടി നോക്കിയിട്ടും എനിക്ക് ആ ഒരു വെരിഫിക്കേഷൻ വന്നില്ല. എനിക്ക് ഒറ്റ തവണ വന്നുള്ളൂ. അതെനിക്ക് ആ സമയത്ത് എടുക്കാനും പറ്റിയില്ല. കാരണം ഇത് വർക്കാവില്ലെന്ന് അറിയത്തില്ലോ. വർക്കായ വീഡിയോ എടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലായിരുന്നുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത്. നിങ്ങൾ എടുക്കുമ്പം അവിടെ ഒബ്ജക്റ്റീവ് എന്നായിരിക്കും, അവിടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും രണ്ടാമത്തെ ഓപ്ഷനിലുള്ള എന്താണ് എഴുതിയേക്കുന്നത് ആയിരിക്കാം അവിടെ കൊടുക്കേണ്ടത്. അതവിടെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ അടിയിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു, എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. പ്രോസസ്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്ത് നിങ്ങൾ ഗെയിമിലേക്ക് വന്നിട്ടാണ് കുറച്ചേരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങി നോക്കുക. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പിടിച്ചൊക്കെ നോക്കുക ലാഗുണ്ടോ. അങ്ങനെ ലാഗുണ്ടെങ്കിൽ ഈ രീതിക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ സ്മൂത്താക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. എന്തായാലും കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക. കളിക്കാത്തവർ, ഇനി GTA 5 കളിക്കാത്തവർ കാണും. ഇപ്പോൾ GTA 6 ഉടനെ റിലീസ് ചെയ്യാൻ പോവാം. അപ്പം GTA 5 കളിക്കാത്ത ഇഷ്ടംപോലെ പേര് കാണും. അവർക്കൊക്കെ കുറഞ്ഞ PC ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ 2GB ഉണ്ട്. അതൊരു അറ്റംപ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് 2GB. അത് നമുക്ക് എന്തായാലും വേണ്ട. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 6GB ഒക്കെ ഉണ്ട്. ഒരു മാക്സിമം 9GB 10GB അടുത്തൊക്കെ ഉള്ളതുണ്ട്. പിന്നുള്ളത് ഇതിൻ്റെ മെഷീൻസ് സഹിതമുള്ള ഒരു ഫയലുണ്ട്. എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 22GB തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 22GB തൊട്ട് 40-50GB അടുത്ത് വരെ ഉള്ളത് വരെ ഫയൽസ് ഉണ്ട്. അപ്പം ഈ ഒരു ഡൗൺലോഡിങ് പ്ലാറ്റ്ഫോം ഓഫാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്കായിട്ട് ഞാൻ ഇടാഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഹൈലൈറ്റ് എടുത്ത് നോക്കുക. ഹൈലൈറ്റിൽ ലിങ്ക് എടുക്കുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രശ്നം ചെയ്ത് കിട്ടണില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനപ്പോൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ.